ബഡ്ജറ്റ് സെഗ്മെന്റിൽ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ തരുന്ന ഒരു ഫോൺ, തറയിൽ വീണ സാധാരണ ഫോൺ പോലെ അല്ലാതെ ഒരുപാട് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഫോൺ. ഓപ്പോയുടെ F27 Pro Plus കഴിഞ്ഞിട്ട് ഒരുപാട് ചർച്ചയാകാൻ പോകുന്ന ഒരു ഫോൺ. ഇത് ഓപ്പോയുടെ ഏറ്റവും പുതിയ K12X എന്ന് പറഞ്ഞ ഡിവൈസ് ആണ്. ഈ കാണുന്ന ഡിവൈസ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ നോക്കുന്ന ഒരു മിന്നൽ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വീഡിയോസ് ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കാം. സോ ബേസിക്കലി സ്ഥിരം ഓപ്പോയുടെ പാക്കിംഗ് ഉണ്ടല്ലോ, അത് തന്നെയാണ് വരുന്നത്. കുറേ നാളായിട്ട് ഓപ്പോ ഇത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ ഓപ്പോ K12X എന്ന് കൊടുത്തിട്ടുണ്ട്, 5G and of course 12. നമ്മുടെ കയ്യിൽ 128GB വേരിയൻ്റ് ആണ് കേട്ടോ നിൽക്കുന്നത്. എന്താടാ ബോക്സും ഡ്യൂറബിൾ ആണോ? ഓക്കെ, ഇതാണ് അവർ ഫോൺ. മിസ് കോളർ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ടാ. ഓ, കളർ മാറ്റി പിടിച്ചു. യാ, ദിസ് ഈസ് വെരി നൈസ്. ഒരു നല്ല കാണാൻ കൊള്ളാവുന്നൊരു ബാക്ക് കവർ. ദെൻ സിം ട്രാപ്പിൻ, പിന്നെ നമ്മുടെ 45 വാട്ടിൻ്റെ ബ്രിക്കും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ഡേറ്റ കേബിളും അവൈലബിൾ ആണ്. ഇത് ടൈപ്പ് എ ടു ടൈപ്പ് സി. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു സ്മൂത്ത് സർഫസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. 2 ക്യാമറയും ഒരു റിംഗ് പോലത്തെ ഒരു ഫ്ലാഷ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ബിൽഡ് വന്നേക്കുന്ന ഒരു ഫോണാണ്. ബട്ട് നമുക്കിങ്ങനെ കൊട്ടുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ഫീൽ കാണാൻ പറ്റും. ഇറ്റ്സ് മോർ ഓവർ ലൈക്ക് ഗ്ലാസ്റ്റിക് ഫീലാണ്. ഇതിലാണ് അവർ എത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ, ആർമർ ബോഡിയും അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ പറയുന്നത്. വെറും 7.68 mm തിക്നെസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു സെഗ്മെന്റിലെ സ്ലിമ്മസ്റ്റ് ഫോണാണ്. അതുപോലെ 186 ഗ്രാം വെയിറ്റ് മാത്രമാണ് ഇത് വരുന്നത്. അതുപോലെ നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻറ്റും ഉണ്ട് കേട്ടോ. ഇത് മിഡ് നൈറ്റ് വയലറ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്. മറ്റൊരു കളർ അവൈലബിൾ ആണ്, അത് ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ്, കൈൻഡ് ഓഫ് ബ്ലൂ. ഇത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. ആൻഡ് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്തൊരു ബാക്ക് കവർ കിട്ടും, നമ്മൾ കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭംഗിയുള്ള സ്ട്രിപ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് ഭംഗിക്കുള്ളതല്ല, ഇത് ആക്ച്വലി ഒരു ആൻറ്റി ഡ്രോപ്പ് ബാക്ക് കവറാണ്. ഇതിനകത്ത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷന് പുറമെ ഒരു വലിയൊരു എന്താ പറയുക ഡ്യൂറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാക്ക് കവർ കൂടിയാണ്. അതിൻ്റെ ഒരു ഷോക്ക് പ്രൂഫ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഡിസൈനും അതുപോലെ ഈ കോർണറിംഗ് ഒക്കെ നല്ല കുഷനായിട്ട് കൊടുത്തേക്കുന്ന ഒരു ഡിസൈനുമാണ്. ബാക്ക് കവർ ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ ഡിവൈസ് കാണാൻ. ഭംഗിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്. ഓൾസോ ബഡ്ജറ്റ് സെഗ്മെന്റിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫോണാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡ്യൂറബിൾ ആണ്. മറ്റുള്ള സാധാരണ ഫോണുകളൊന്നും തറയിൽ വീണാൽ പോകുന്ന പോലെ പൊട്ടുന്ന കേസുകളൊന്നും ഇതിൽ വരത്തില്ല. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അതുപോലെ IP54 വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നൊരു ഡിവൈസ് ആണ്. സോ ഫസ്റ്റ് ഇതിൻ്റെ ബിൽഡും ഡ്യൂറബിലിറ്റിയും ഡിസൈനിലും ഫോക്കസ് ചെയ്ത് വരുന്ന ഫോണാണ്. ബാക്കി ഇല്ലെന്നല്ലേ പറഞ്ഞത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വളരുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനാണ് നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ അത് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അല്ലാതെ നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസിങ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഓഫ് മണി ഇതിനകത്ത് ആ ഒരു സ്പെസിഫിക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഓപ്പോ F27 Pro Plus കണ്ട 360 ഡിഗ്രി ആർമർ ബോഡി പ്രൊട്ടക്ഷൻ ആണ് അത് വരുന്നത്. അതുപോലെ എക്സ്ട്രാ ഒരു മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ MIL STD 8108 ഇത് ആ ഗ്രേഡിൻ്റെ സർട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു LCD ഡിസ്പ്ലേ. നമുക്കത് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 850 നിറ്റ്സ് ആണ് ഇതിനകത്ത് നോർമൽ ബ്രൈറ്റ്നസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് ചിഹ്ന് വരുന്നുണ്ട്. ബെസൽസ് ഒക്കെ ഒരു മീഡിയം റേഞ്ച് ആണ് കേട്ടോ. 5100 mAh ബാറ്ററി കപ്പാസിറ്റിയും 45 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ് നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട്. 32 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സലാണ് ഇതിനകത്ത് ക്യാമറ സെറ്റപ്പ് വരുന്നത് കേട്ടോ. അതുപോലെ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സൽ ആണ്. ബാക്കിൽ നമുക്ക് 1.8 അപ്പോച്ചറാണ് മെയിൻ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 2.05 അപ്പോച്ചറാണ്. ഓൾസോ 114 ബേസ് ചെയ്തിട്ടുള്ള കളർ വോയിസ് 14 ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ് അത്യാവശ്യം ബ്ലോട്ട് വെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുത്തിയിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഞാനിത് ഓൺ ആക്കിയ സമയത്ത് കുറേ ബ്ലോട്ട് വെയർ ഇൻസ്റ്റാൾ ചെയ്യട്ടെ, K12Xന് ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. മോസ്റ്റ് പ്രോബ്ലി കാണാൻ സാധ്യതയില്ല. മീഡിയടെക്കിൻ്റെ Dimensity 6300 5G ചിപ്സെറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അത്യാവശ്യം ഡേ ടു ഡേ ലൈഫ് ഓടിക്കാനും ഗെയിംസ് ഒക്കെ നമുക്ക് മീഡിയം ലെവലിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്രൊസസ്സറാണ്. അത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഇതിൻ്റെ ഗെയിമൊക്കെ ഒന്ന് കളിച്ച് നോക്കണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്.
ഈ ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ ഡേ ടു ഡേ ലൈഫ് ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഡബിൾ ടെമ്പറിംഗ് ഗ്ലാസ് ആണ്, ഡുവൽ പാണ്ട പ്രൊട്ടക്ഷൻ നമുക്ക് ഈ സ്ക്രീനിൽ വരുന്നുണ്ട്. പിന്നെ ഹൈ സ്ട്രെങ്ത് അലോയ് ഫ്രെയിം ആണ് ഇതിനകത്ത് ചുറ്റിനും വരുന്നത്. അതുപോലെ സ്പോഞ്ച് ബയോണിക് കുഷനിങ് എന്ന് പറഞ്ഞ പരിപാടി വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഇന്നർ കമ്പോണൻസ് ഉണ്ടല്ലോ, അത് അറേഞ്ച് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്യാപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഷോക്ക് പ്രൂഫ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തില്ലേ. അപ്പം ഒന്ന് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ അതും സാധാരണ ഫോണേക്കാളും കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടായിരിക്കും അത് അതിൻ്റെ കമ്പോണൻസ് വരെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഷോക്ക് അബ്സോർവിംഗ് ഫോം ഓരോ കീ കമ്പോണൻസിനും ഇവർ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് എഫക്റ്റ് ആവത്തില്ല. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ മൊത്തം പൊട്ടി കിടക്കണം. അതിൽ അങ്ങനൊന്നും ഇല്ല, നമ്മളിത് ചെയ്യാൻ പോകുന്നതല്ലേ നിങ്ങൾ കാണാൻ കിടക്കുന്നേ. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ കീ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ വൈഫൈ കണക്ഷനും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടാനും ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൊള്ളാം. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എത്രത്തോളം ബാധിക്കും, അല്ലെങ്കിൽ ഗുണമുണ്ടോ നമ്മൾ കാണണം. ബാധിക്കുമെന്ന് നല്ല രീതിയിൽ ബാധിച്ചൂടെ? ഇല്ലേ? എന്താടാ എടുത്തെറിയും കേട്ടോ, ഫോണൊന്നും വരുന്നില്ല, അതിൻ്റെ മോന്ത പോവും. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എക്സ്ട്രീം ടെസ്റ്റാണ്. ഇവരിങ്ങനെ കുറേ പറയുന്നുണ്ട്, ചുമ്മാ കണകുണാന്നല്ല. മിലിറ്ററി ഗ്രേഡ് 360 ഡിഗ്രി ഡ്രോപ്പ്, ഷോക്ക്, പൊതിഞ്ഞു വെച്ചേക്കുന്നു, കമ്പൗണ്ടിനകത്ത് ഗ്യാപ്പ്, അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അത് കണ്ടാലോ? കാണാം.